അച്ഛാ. പ്രതീക്ഷയോടെ അവൻ അച്ഛനു നേരെ നോക്കിയതും ആ മുഖത്ത് അപ്പാടെ പുച്ഛമായിരുന്നു. തുടരുതെന്നെ നീ, എനിക്ക് അറപ്പാ നിന്നെ. അയാൾ അവനെ അറപ്പോടെയും വെറുപ്പോടെയും നോക്കി പറഞ്ഞതും അവന് സഹിക്കാനായില്ല. നിന്റെ പിഴച്ചതള്ള നിനക്ക് ജന്മം തരാനേ പാടില്ലായിരുന്നു. ഇങ്ങനെ ഒരു വൃത്തികെട്ടവനെയാണല്ലോ ഭഗവാനെ നീ എനിക്ക് തന്നത്. ആണുമല്ല പെണ്ണുമല്ല, വെറും വെറും ഒരു ശിഖണ്ഡി. അല്ല, ആ വർഗത്തിന് പോലും നീ ഒരു അപമാനമാണ്. അച്ഛന്റെ ഓരോ വാക്കുകളും വിഷം പുരട്ടിയ അമ്പുകളായി അവന്റെ നെഞ്ചിലേക്ക് തളച്ചു കയറി. മുറിപ്പെടുത്തുമ്പോഴും ഒരക്ഷരം പറയാനാവാതെ തലയും കുമ്പിട്ടിരിക്കാനേ അവനായുള്ളൂ. അച്ഛാ, ഞാനൊരു ഗേ ആയത് എന്റെ തെറ്റല്ലല്ലോ, അവൻ വിക്കി വിക്കി പറഞ്ഞു. ഛേ, മിണ്ടരുത് നീ. ഇനി നീ കാരണം എന്റെ കൊച്ചിന്റെ ജീവിതം കൂടെ നശിച്ചാ അരിഞ്ഞു തള്ളുന്നായേ നിന്നെ ഞാൻ. അതിന് ഇവനെ അനുവദിക്കുന്നത് എന്തിനാ അച്ഛാ? നമ്മുടെയൊക്കെ മുഖത്ത് കരിവാരി തേക്കാനായിട്ട് ഇവനെ ജീവനോടെ വെക്കുന്നത് എന്തിനാ? കൊന്നു കളഞ്ഞേക്കട്ടെ ഇപ്പൊ തന്നെ. എന്റെ ആൾക്കാര് വരും, കൊന്നേതെങ്കിലും മൂലയ്ക്ക് തള്ളും. അനിരുദ്ധിന്റെ ആക്രോശം കേട്ടതും ആരുഷ് അവനെ ഒന്ന് ദയനീയമായി നോക്കി. താൻ കൊഞ്ചിച്ചെടുത്തോണ്ട് നടന്ന അനി തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവന് മനസ്സിലായില്ല. വേണ്ട, ആ പാപം എന്റെ മോന്റെ കൈക്ക് ചേരില്ല. വേണ്ടത് അച്ഛൻ തന്നെ ചെയ്തോളാം. ജയദേവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ആരുഷിനെ പരുഷമായി ഒന്ന് നോക്കി. ശേഷം അവന്റെ നാഭി നോക്കി കലി തീരുവോളം ആഞ്ഞാഞ്ഞു തൊഴിച്ചതും അവൻ വേദന കൊണ്ട് പുളഞ്ഞു. വേദന കൊണ്ട് കിടന്ന് പുളയുന്നവനെ രക്ഷിക്കാൻ അന്നവിടെ ഉണ്ടായിരുന്ന ഒരാളും മുതിർന്നില്ല. എല്ലാവരുടെയും മുഖത്ത് രഹസ്യമായ മന്ദഹാസമായിരുന്നു, അവജ്ഞയായിരുന്നു. അച്ഛന്റെ കാൽ തട്ടി മാറ്റാൻ പോലും ആവാതെ അവൻ നിലത്ത് കിടന്ന് പിടയുന്നത് കണ്ട് ആഞ്ഞിലിക്കിലെ ചിലർ രഹസ്യമായി ചിരിച്ചു. പക്ഷേ ആ കൂട്ടത്തിൽ തന്റെ അനിയനെ കണ്ടതും ആരുഷ് തകർന്നുപോയി. ബോധമറ്റ് നിലത്ത് കിടന്നവനെ ആരൊക്കെയോ ചേർന്ന് എടുത്തുപൊക്കി എങ്ങോട്ടോ കൊണ്ടുപോകുന്നതായി അറിഞ്ഞെങ്കിലും തന്റെ വിധി അന്നേരത്തേക്കും അവൻ അംഗീകരിച്ചിരുന്നു. ചെവിയിൽ ആർത്തിരമ്പുന്ന കടൽ പോലെ അമ്മ പണ്ട് പാടിയ പാട്ട് മാത്രം കേൾക്കാം. അമ്മേ, എനിക്ക് പേടിയാവുന്നു. എനിക്കിനി ജീവിക്കണ്ട. ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഒരു പരിഹാസപാത്രമായിട്ട് എനിക്ക് ജീവിക്കണ്ട. ബോധം മറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതായിരുന്നു അവന്റെ മനസ്സില്. മോനെ, ആ മുറിക്കകത്തേക്ക് കയറിയ ഭാഗ്യലക്ഷ്മി പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. ഇരുട്ട് നിറഞ്ഞ മുറിയിൽ നേർത്ത നിഴലനക്കങ്ങൾ കണ്ടതും അവർ ആ ഭാഗത്തേക്ക് നോക്കി. മോനെ, വിതുമ്പലോടെ അവർ വിളിച്ചു. അമ്മമ്മേ, ഒരു നേർത്ത ശബ്ദത്തോടെ വിളിച്ചുകൊണ്ട് അവൻ അവരെ വട്ടം പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. പതുക്കെ, ആരേലും കേൾക്കും. മോനിഞ്ഞി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. നീ ഇനി ഇവിടെ നിന്നാ ഒരു പക്ഷേ ഈ ദുഷ്ടക്കൂട്ടങ്ങളെല്ലാം കൂടെ നിന്നെ. അവര് മുഴുവിപ്പിക്കാതെ പറഞ്ഞു. അമ്മമ്മേ, ഞാൻ എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടെങ്കിലും. എന്റെ മുന്നിലിട്ട് നിന്നെ അവര് തല്ലിക്കൊല്ലുന്നത് കാണാനുള്ള ത്രാണിയില്ലാത്തോണ്ടാ മോനെ. അവര് വിതുമ്പലോടെ പറഞ്ഞതും ആരുഷ് അവരെ ഒന്ന് നോക്കി. പുറം ലോകം മോൻ വിചാരിക്കുന്ന പോലെയല്ല. ചീത്ത ആൾക്കാരും മാത്രമല്ല, നല്ലവരും ഉണ്ട്. അവര് നിന്റെ അച്ഛനെയും അനിയനെയും പോലെ ഒന്നുമല്ല. നിന്റെ മോൻ ചെല്ലേ, പുറത്ത് അമ്മമ്മ ചന്ദ്രന്റെ വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവൻ നിന്നെ ടൗണിലിറക്കും. അവിടുന്ന് എങ്ങട്ടേലും പോയി രക്ഷപ്പെട്ടോ. അവനെ തന്റെ മാറിലേക്ക് ചേർത്തു പിടിച്ചുകൊണ്ട് അവര് പറഞ്ഞതും അവൻ നിസ്സഹായനായി അവരെ നോക്കി നിന്നുപോയി. വാ, ഇനി വൈകണ്ട. അച്ഛനും അനുവും ഒക്കെ എണീക്കുന്നതിന് മുന്നേ പോണം. അവർ തന്റെ കൊച്ചുമകനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. വാർദ്ധക്യത്തിന്റെ എല്ലാ അവശതകളും ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നുവെങ്കിലും തന്റെ കൊച്ചുമകന് വേണ്ടി അവരതെല്ലാം മറന്നു. രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ അവര് രണ്ടാളും വീട്ടിലെ ജോലിക്കാരുടെയും മറ്റും കണ്ണും വെട്ടിച്ച് പുറത്തേക്കിറങ്ങി. അടുക്കളവാതിൽക്കൽ എത്തിയതും ആരുഷ് നിന്നു. അമ്മമ്മ ഇനി വരണ്ട, രാത്രിയല്ലേ. ഞാൻ തനിച്ച് പൊക്കോളാം, അവൻ അമ്മമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവർ തന്റെ കൊച്ചുമകന്റെ മുഖത്തേക്കൊന്ന് നോക്കി. നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാന്ന് നിന്റെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു. അതിനെനിക്കായില്ലല്ലോ മോനെ. അവര് കൊച്ചുമകന്റെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവന്റെയും കണ്ണുകൾ നിറഞ്ഞു. സാരമില്ല, അമ്മയ്ക്കെല്ലാം മനസ്സിലാവും.
എന്നാലും രാജകുമാരനെ പോലെ ജീവിക്കേണ്ട എൻ്റെ മോൻ. അവര് വിതുമ്പലോടെ തന്റെ സാരിയുടെ മടിക്കുത്തിൽ കരുതി വെച്ച ഒരു പൊതിയെടുത്ത് അവന് നേരെ നീട്ടി. ഒത്തിരിയൊന്നുമില്ല, പക്ഷേ 2-3 ദിവസത്തേക്കെങ്കിലും എൻ്റെ മോനെ ആരെയും പേടിക്കാതെ കഴിയാനുള്ളത് ഇതിലുണ്ട്. അമ്മമ്മയെ കൊണ്ട് ഇത്രേ പറ്റിയുള്ളൂ. അവൻ അമ്മമ്മയെ ഒന്ന് നോക്കി എന്ത് പറയണമെന്നും പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ശരീരമാസകലം ഒരു മരവിപ്പായിരുന്നു അന്നേരം. അത് തലയിലേക്കും പടർന്നു കയറുന്നുണ്ടായിരുന്നു. അടുക്കളപ്പുറത്തുകൂടെ ഒരു കള്ളനെപ്പോലെ ഇറങ്ങിപ്പോകുന്ന തന്റെ കൊച്ചുമകനെ നോക്കി നെടുവീർപ്പിടാനേ അവർക്കു ആയുള്ളൂ. റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ! കണ്ടക്ടറുടെ അലർച്ച കേട്ടതും അവൻ ചിന്തകളിൽ നിന്നും ഉണർന്നു. അവൻ ബസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങി. ആദ്യമായിട്ടാണ് തനിച്ചൊരു യാത്ര. പുറം ലോകവുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ലാതെ ജീവിച്ചവന് യാത്രകൾ തന്നെ ചുരുക്കമായിരുന്നു. മിക്കപ്പോഴും അച്ഛൻ്റെയോ അനിയൻ്റെയോ കൂടെ മാത്രം. ഇന്നിപ്പോ അവരെല്ലാം ഉപേക്ഷിച്ചു വന്നപ്പോൾ ഇനി എന്താന്നൊരു പിടിയുമില്ല. പക്ഷേ ചുമ്മാ പകച്ചു നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും അമ്മമ്മ തന്ന തന്റെ തുണികളടങ്ങിയ ബാഗും കെട്ടിപ്പിടിച്ച് അവൻ അകത്തേക്ക് കയറി. ചേട്ടാ! നേരം പുലരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. ആരുഷിന്റെ വിളി കേട്ട് ടിക്കറ്റ് കൗണ്ടറിലിരുന്ന ആള് അരോചകത്തോടെ എഴുന്നേറ്റു. എന്താ? എന്തു വേണം? അത് അടുത്ത ട്രെയിൻ എപ്പോഴാ? അവൻ തപ്പിയും തടവിയും പറഞ്ഞൊപ്പിച്ചു. അതിപ്പോ കാണും, അയാൾ ക്ലോക്കിലേക്ക് നോക്കി പറഞ്ഞു. നാട് വിടുവാണോ? അയാൾ ചോദിച്ചു. അത് കേട്ട് അവന്റെ കണ്ണ് ഒന്നുകൂടെ മിഴിഞ്ഞു. അടുത്ത ട്രെയിൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നതാ. എന്താ, ടിക്കറ്റ് എടുക്കട്ടെ? അവന്റെ നിപ്പും പാവും ഒക്കെ കണ്ട് അയാൾ തന്നെ അങ്ങോട്ട് ചോദിച്ചു. ടിക്കറ്റും വാങ്ങി നുള്ളിപ്പെറുക്കി കാശും കൊടുത്ത് ട്രെയിൻ വരാനായി അവൻ കാത്തിരുന്നു. ബാംഗ്ലൂർ തനിക്ക് അപരിചിതമല്ല. അച്ഛൻ്റെ ഒപ്പം പലവട്ടം അവിടേക്ക് പോയിട്ടുണ്ട്. അവിടെ തങ്ങിയിട്ടുമുണ്ട്. ദൂരെ നിന്നും ചൂളം വിളിച്ചെത്തിയ തീവണ്ടിയുടെ ശബ്ദം കേട്ടതും അവൻ ഞെട്ടി. പരിസരബോധം വീണ്ടെടുത്തതും അവനൊന്നും ഓർത്തില്ല. കിട്ടിയ കമ്പാർട്ട്മെന്റിലേക്ക് വലിഞ്ഞു കയറി. ആദ്യമായിട്ടായിരുന്നു ആരുഷ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. പുറത്തെ കാഴ്ചകളും ട്രെയിനിന്റെ ശബ്ദവുമെല്ലാം ആസ്വദിച്ച് തന്റെ കഴിഞ്ഞ കാലം അപ്പാടെ മറന്നിരിക്കുമ്പോഴാണ് ഒരു കറുത്ത കോട്ട് ധരിച്ച ആൾ അവിടേക്ക് വന്നത്. ടിക്കറ്റ്! അയാളെ കണ്ടൊരു തരം അമ്പരപ്പോടെയായിരുന്നു അവൻ തിരിഞ്ഞത്. അത് കണ്ടപാടെ ടിടിക്കും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അവൻ തന്റെ ബാഗിൽ നിന്നും ടിക്കറ്റ് എടുത്ത് നീട്ടിയതും അയാളുടെ മുഖം കറുത്തു. പിന്നെ അങ്ങോട്ട് നീണ്ട ഒരു ചീത്തവിളി തന്നെയായിരുന്നു. ചീത്തവിളിക്കിടയിൽ അയാൾ അവന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും പുറത്തേക്ക് എറിയുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അയാൾ എന്തിനാണ് തന്നോട് ദേഷ്യപ്പെടുന്നതെന്നോ ബഹളം വെക്കുന്നതെന്നൊന്നും പാവം ആരുഷിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. തന്നെ മിഴിച്ചു നോക്കുന്ന ആരുഷിനെ കണ്ടതും ടിടിക്ക് ദേഷ്യം ഇരട്ടിയായി. മോനെ, ആദ്യമായിട്ടാണോ ട്രെയിനില്? അടുത്തു നിന്ന് ഒരാൾ ചോദിച്ചതും അവൻ അതേ എന്ന് തലയാട്ടി. അതുകൊണ്ടാ സാറേ, പുതിയ പയ്യനായോണ്ടല്ലേ, അയാൾ ടിടിയെ അനുനയിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പുതിയതും പഴയതൊക്കെ ട്രെയിൻ നിർത്തിയാൽ ഉടനെ ഇറങ്ങിക്കോണം, ടിടി അലറി. എന്തുവാ അങ്കിളെ പ്രശ്നം? അയാൾ എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ? സങ്കടത്തോടെ അവനത് ചോദിച്ചതും അയാൾ അവനോട് തനിക്ക് പറ്റിയ തെറ്റെന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ജനറൽ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പറിൽ കയറിയ ചീത്തവിളി കിട്ടില്ലേ പിന്നെ? അയ്യോ, എനിക്ക് മാറിപ്പോയതാ. അത് കൊള്ളാം. ഇനിയിപ്പോ ഞാൻ എന്താ അങ്കിളെ ചെയ്യണ്ടേ? അവൻ വേവലാതിയോടെ ചോദിച്ചതും അയാളൊന്ന് പുഞ്ചിരിച്ചു. ഇപ്പോ എന്തായാലും ഇവിടെ ഇരിക്കെ, ട്രെയിൻ നിർത്തുമ്പോ ഞാൻ കൊണ്ടുവിടാം. അയാൾക്കെന്തോ ആ പയ്യനെ കണ്ടതും പാവം തോന്നി. ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ നിർത്തിയതും അയാൾ തന്നെ അവനെ ക്ലാസ് കാണിച്ചു കൊടുത്തു. അയ്യോ, എന്നാ തിരക്കാ! അവിടുത്തെ തിരക്ക് കണ്ട് കണ്ണുമിഴിച്ച് ചെക്കൻ ചോദിച്ചതും ഇവനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന ഭാവത്തിൽ അയാൾ നോക്കി. മോനെ, ഇവിടെ ഇങ്ങനെയൊക്കെയാ. അയാൾ ഒരു കണക്കിന് ചെക്കനെ പറഞ്ഞ് അവിടെ കയറ്റി തിരികെ തന്റെ സീറ്റിലേക്ക് വന്നിരുന്നു. ഹോ, ഇങ്ങനെയുണ്ടോ പിള്ളേര്? അയാൾ ഒരു നെടുവീർപ്പോടെ തന്റെ ഫോൺ എടുത്ത് നോക്കി. എന്തായാലും നിന്നേക്കാ ഭേദാ. തന്റെ ഫോൺ എടുത്ത് ഒരു ഫോട്ടോയിലേക്ക് നോക്കി അയാൾ പറഞ്ഞു. ബാംഗ്ലൂർ മെജസ്റ്റിക് സിറ്റി ജംഗ്ഷനിൽ വണ്ടി നിന്നതും ആരുഷ് വണ്ടിയിൽ നിന്നും ഇറങ്ങി ചുറ്റുപാടും ഒന്ന് നോക്കി. ഇനി എങ്ങോട്ട് പോവും? എനിക്കിവിടെ ആരെ അറിയത്തുകൂടിയില്ല. തന്റെ ബാഗും കയ്യിൽ മുറുകെ പിടിച്ച് വായ നോക്കി നിൽക്കുന്ന പയ്യനെ അവിടെ കൂടെ കടന്നു പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പിന്നിലേക്ക് കാല് വെച്ചതും ആരുടെയോ ദേഹത്തിടിച്ചതും ഒരുപോലെയായിരുന്നു. അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോ നേരത്തെ കണ്ട ചേട്ടൻ. അങ്കിൾ! അവന്റെ കണ്ണുകൾ വിടർന്നു. നീ പോയില്ലേ? അയാളുടെ ചോദ്യം കേട്ടതും അവന്റെ മുഖമൊന്ന് വാടി.
നേരെ ഇരുട്ടാൻ തുടങ്ങി. നീ വേഗം സ്ഥലം പിടിക്കാൻ നോക്ക്. രാത്രിയായാ ഇവിടെ അത്ര പന്തിയുള്ള സ്ഥലമല്ല. അയാൾ അത് പറഞ്ഞതും അവൻ അയാളെ ദയനീയമായി ഒന്ന് നോക്കി. എന്താടാ? അങ്കിളെ, എനിക്കിവിടെ ആരെയും അറിയില്ല. ഞാനിവിടെ പുതിയതാ. അവൻ പറഞ്ഞതും അയാളുടെ കണ്ണുകൾ നേർത്തു. അതെന്താ, നീ ഒളിച്ചോടി വല്ലതും വന്നതാണോ? പതിയെ തലയാട്ടിയതും അയാൾ ഞെട്ടി. എന്റെ പൊന്നു മോനെ, നിനക്ക് ഒളിച്ചോടി വരാൻ ഈ സ്ഥലേ കിട്ടിയുള്ളോ? അയാളുടെ ചോദ്യം കേട്ടതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അവനത് മറച്ചു പിടിക്കാൻ തുടങ്ങി. അവന്റെ മുഖം മങ്ങുന്നതും നിറഞ്ഞ കണ്ണുകൾ താൻ കാണാതെ പിടിക്കാൻ ശ്രമിക്കുന്നതും കണ്ടിട്ട് അയാൾക്ക് അവനോട് സഹതാപം തോന്നി. എനിക്കപ്പോ അങ്ങനെ എണ്ണിപ്പറക്കി അവൻ എന്തോ പറയാൻ തുടങ്ങിയതും അയാളുടെ ഫോൺ ശബ്ദിച്ചു. നെറ്റിയൊഴിഞ്ഞുകൊണ്ട് അയാൾ ആ ഫോൺ എടുത്തു. ആടാ, ഞാൻ എത്തി. നീ ഇങ്ങ് കയറി വാ. ഞാനിവിടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുണ്ട്. ഇങ്ങോട്ട് വാ. അതും പറഞ്ഞയാൾ ഫോൺ വെച്ച് തന്റെ മുന്നിൽ നിന്ന് മൂങ്ങുന്ന ആരുഷിനെ ഒന്ന് നോക്കി. എടാ മോനെ, നീ ഇങ്ങനെ ഡെസ്പാവാതെ. നിന്നെ കണ്ടിട്ട് തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ തോന്നുന്നുണ്ട്. അയാൾ അത് ചോദിച്ചതും അവൻ കണ്ണ് രണ്ടും തുടച്ചു. അയാളെ നോക്കി ഒന്ന് ചെറുതായി ചിരിച്ചിട്ട് ഇനി എങ്ങോട്ടെന്നറിയാതെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഒത്തിരി നന്ദിയുണ്ട് അങ്കിളെ. നന്ദിയോ? എന്തിന്? അല്ല, അങ്കിൾ ഇല്ലായിരുന്നുവെങ്കിൽ ആ കാലിന് എന്നെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞേനെ. എന്നാ ശരി, ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് പോട്ടെ. അവൻ അയാളെ ഒന്ന് നോക്കി. നിക്ക്, എൻ്റെ മോനിപ്പോൾ വരും. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ തൽക്കാലം എൻ്റെ കൂടെ വരുന്നോ? അയാൾ അങ്ങനെ ചോദിച്ചതും അവനൊന്ന് അയാളെ മിഴിച്ചു നോക്കി. എന്താ, ബുദ്ധിമുട്ടുണ്ടോ? അവൻ എന്താ പറയേണ്ടതെന്നറിയാതെ അയാളെ തന്നെ നോക്കി നിന്നു. അച്ഛാ! പെട്ടെന്നൊരു വിളി കേട്ടതും അവരിരുവരും ആ വിളിയുടെ ദിശയിലേക്ക് നോക്കി. ഒരു സുന്ദരനായ യുവാവ് അവർക്ക് നേരെ നടന്നു വരുന്നത് കണ്ടതും അവൻ അയാളെ നോക്കി. എൻ്റെ മകനാ, ആദിത്യൻ. പോലീസിലാണ്. അയാൾ അവനെ പറഞ്ഞു കൊടുക്കുമ്പോഴും ആദിത്യൻ അവർക്കരികിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. വാടാ, പോവാം. അയാൾ ആരുഷിനെ നോക്കി പറഞ്ഞതും ആദിത്യൻ ഒന്ന് നിന്നു. ഇതാരാ? ഒരു പുരികമുയർത്തി അവൻ ചോദിച്ചതും അച്ഛൻ മകനെ ഒന്ന് നന്നായി ഇളിച്ചു കാണിച്ചു. ഇവനോ? അയാൾ അവനെ ഒന്ന് നോക്കി. ദൈവമേ, ഇവന്റെ പേര് ചോദിക്കാൻ മറന്നല്ലോ. ഇനിയിപ്പോ ഇവനോട് എന്തു പറയും? ആരാ അച്ഛ ഇത്? ഇവൻ എൻ്റെ അപ്പച്ചിയുടെ മകനാ, ദേവ്. നാട്ടിൽ പോയപ്പോ എൻ്റെ കൂടെ വന്നതാ. എന്തിനാണ് അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞതെന്ന് അയാൾക്ക് പോലും ഒരു നിശ്ചയമില്ലായിരുന്നു. അപ്പച്ചിയുടെ മകനോ? ആദിത്യൻ അവനെ തുറച്ചു നോക്കിയതും അവൻ ആദിത്യയിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ചു. ആണോടാ? ഗൗരവത്തോടെ ചോദിച്ചതും ചെക്കൻ നിന്ന് പരിങ്ങി. അവനെ പേടിപ്പിക്കാതെടാ, വാ നടക്ക്. അയാൾ മകന്റെ തോളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞതും അവർ മുൻപോട്ട് നടന്നു. അവരവിടെ നിന്ന് നേരെ പോയത് ഒരു ഫ്ലാറ്റിലേക്കായിരുന്നു. ഫ്ലാറ്റിലെത്തി കുറച്ചു കഴിഞ്ഞതും ആദിത്യൻ പുറത്തേക്ക് പോയി. അല്ല ചെറുക്കാ, നിന്റെ പേരെന്താ? ആദിത്യൻ പോയതും അയാൾ അവനെ വിളിച്ച് സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോയി. ആരുഷ് മാധവ്, അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ആഹാ, ആരുഷ്, നല്ല പേരാണല്ലോ. അങ്കിളുടെ പേര്? അത് പറഞ്ഞില്ല അല്ലേ. എൻ്റെ പേര് വിശ്വനാഥൻ. ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിലെ സർജനാണ്. അത് കേട്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു. സർജനോ? എന്തേ? അതിന് അവൻ ചുമൽ കൂച്ചി ഒന്നുമില്ലെന്ന് കാട്ടി. അല്ല, നീ എന്തിനാ ഇവിടേക്ക് വന്നത്? ചൂട് കാപ്പി ഊതി ഊതി കുടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചതും അവന്റെ മനസ്സിൽ കഴിഞ്ഞതൊക്കെ മിന്നി മാഞ്ഞുപോയി. അങ്കിളെ, ഇടർന്ന ശബ്ദത്തോടെ ആരുഷ് വിശ്വനെ വിളിച്ചു. എനിക്ക് അങ്കിളിനെ വിശ്വസിക്കാവോ? എന്താടാ നീ അങ്ങനെ ചോദിച്ചേ? എനിക്ക് ആരും ഒന്നിനെ അറിയില്ല അങ്കിളെ. എൻ്റെ 24 വയസ്സിനിടയിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ, അത് ഒറ്റയ്ക്ക്. പറഞ്ഞവസാനിപ്പിച്ചപ്പോഴേക്കും വീണ്ടും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ആരുഷേ, കരയാതെ. നിനക്കെന്നെ പൂർണ്ണമായും വിശ്വാസം വരുന്ന അന്ന് പറഞ്ഞാൽ മതി നിന്റെ കാര്യങ്ങളൊക്കെ. അയാൾ അവൻ്റെ അരികിലേക്കിരുന്ന് പതിയെ മുതുകിൽ തടവിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ അങ്ങനെ വലിയ മുറികളൊന്നുമില്ല കേട്ടോ. ആകെ 3 മുറിയാ ഉള്ളത്.
ഒന്നിലെ ഞാനും മറ്റേതിൽ ആദിയും. പിന്നെ ഒരു മുറി. അയാളുടെ വാക്കുകൾ മുറിഞ്ഞു. അത് സാരമില്ല, ഞാനിവിടെ സോഫയിൽ കിടന്നോളാം. അത് എനിക്കിതൊക്കെ ശീല. ഞാൻ വേണമെങ്കിൽ തറയിലാണേലും കിടന്നോളാം. അയാൾ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. ആ പിന്നെ ആദ്യോടറിയാതെയാണെങ്കിലും ഞാനൊരു കള്ളം പറഞ്ഞു. നീ എൻ്റെ അപ്പച്ചിയുടെ മകനാണെന്ന്. ഇനി അതൊന്നും തിരുത്താൻ നിൽക്കണ്ട. പോലീസിന്റെ ബുദ്ധി മാത്രമല്ല, ആളൊരിത്തിരി ചൂടനാ. അവൻ പറഞ്ഞു. സോഫയിൽ കിടന്ന് ശീലമില്ലാതിരുന്നിട്ടും അന്ന് രാത്രി അവൻ സുഖമായി ഉറങ്ങി. പിറ്റേന്ന് ആദിത്യന്റെയും വിശ്വന്റെയും ശബ്ദം കേട്ടാണ് ആരുഷ് കണ്ണു തുറന്നത്. അച്ഛൻ എന്നോട് കള്ളത്തരമൊന്നും പറയണ്ട. എനിക്കിപ്പം അറിയണം എന്തിനാ പോയെന്ന്. എന്തിനാ അവരെ കാണാൻ അച്ഛൻ പോയത്? മകന്റെ ഗർജനത്തിനു മുന്നിൽ അച്ഛൻ മൗനമായി ഇരുന്നതേയുള്ളൂ. എന്താ വിശ്വനാഥന്റെ നാവിറങ്ങിപ്പോയോ? നിങ്ങളെ വേണ്ടാത്തൊരാൾക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. മോനെ, അങ്ങനെയൊന്നും അല്ലടാ. ദേ, അച്ഛനാണെന്നൊന്നും നോക്കില്ല. ഞാൻ വല്ലതും വിളിച്ചു പറയും. അജു വിളിച്ചു പറഞ്ഞപ്പോ എന്റെ സകല കൺട്രോളും പോയി. നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചാലോന്ന് ഓർത്തതാ. പിന്നെ എന്തിനാ അവരെ പറയുന്നതെന്ന് തോന്നി. 10-28 കൊല്ലായില്ലേ. ഇത്രയും നാള് വരാതിരുന്നവര് ഇനി തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അതൊന്നും ഓർത്തില്ല. ഒന്ന് കാണണമെന്ന് തോന്നി, പോയി കണ്ടു, മിണ്ടി. അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ കൂടെ വരാമെന്ന് ഞാൻ. ഓ, താല്പര്യമുണ്ടെങ്കിൽ ദേ തന്തേ, നിങ്ങൾക്ക് ഇനിയും അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിൽ ഞാനും അജുവും എത്രയായി പറയുന്നു ഒരു കല്യാണം കഴിക്കാൻ. ആദി, നീ എന്തൊക്കെയാ? എന്താ ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അത് എന്റെ ആഗ്രഹം മാത്രമല്ല, അജുവിന്റെയും കൂടെയാ. എനിക്ക് പെട്ടെന്നെന്തോ പറയാൻ വന്നതും അടുക്കളയുടെ വെളിയിൽ തങ്ങളെ തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്നവനെ കണ്ട് വിശ്വൻ നിർത്തി. അവന് മുഖം കൊടുക്കാതെ തിരികെ സ്ലാബിലേക്ക് നോക്കി എന്തോ ചെയ്യുന്ന രീതിയിൽ വിശ്വൻ നിന്നു. നീ എന്താടാ അവിടെ ചെയ്യുന്നേ? ആദ്യം അവന്റെ മേലേക്ക് തന്റെ ദേഷ്യം തിരിച്ചുവിട്ടതും അവൻ പേടിച്ച് പിന്നിലേക്ക് ഉരടി നീങ്ങി. ശബ്ദം കേട്ട് അവൻ മടിച്ചു പറഞ്ഞതും കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് ആദ്യം അവനെ തറപ്പിച്ചൊന്നു നോക്കി പുറത്തേക്ക് പോയി. നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. അവനൊരു പാവ. ഈ ചാട്ടം മാത്രമേ ഉള്ളൂ. ആദ്യ പോയതും വിശ്വൻ അവനോടായി പറഞ്ഞു. നീ ചായ കുടിക്കോ? അയാളുടെ ചോദ്യത്തിന് എന്തു മറുപടി കൊടുക്കണമെന്നറിയാതെ നിന്ന് പരിങ്ങിയതും അയാൾ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ചായ പകർത്തി അവന് നേരെ നീട്ടി. പാൽക്കാരനാ? ആദി പാലും പത്രവും അടുക്കളയിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. നിനക്കിന്ന് പോണ്ടേ ആദി? പോണം. പിന്നെ നിങ്ങളെപ്പോലെ ഊരുതണ്ടി നടക്കാൻ പറ്റുമോ? എവിടെ? അനുനയിപ്പിക്കാൻ പോയിട്ട് ആ മുഖത്തോട്ടൊന്ന് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. എന്താ കനം? അല്ല, ദേവെന്താ ചെയ്യുന്നേ? അടുക്കളയിലെ സ്ലാബിൽ നിന്ന് തനിക്കുള്ള ചായയും വാങ്ങി തിരികെ തീന്മേശയിലേക്ക് വന്നിരുന്നതും ആദി ചോദിച്ചു. ഞാൻ BBA കഴിഞ്ഞു. അവൻ തെല്ലൊരു മടിയോടെയായിരുന്നു അത് പറഞ്ഞത്. നാട്ടിലെല്ലാവർക്കും സുഖാണോ? അവൻ വിശ്വനെ ഒന്ന് നോക്കിയിട്ട് തലയാട്ടി. അച്ഛൻ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അവരെയൊക്കെ ഒരിക്കലും നേരിട്ട് കാണണം. നീ തിരികെ പോകുമ്പോ കൂടെ ഞാനും വരാം. ആരുഷിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും അവന്റെ നെറ്റിത്തടമാകെ വിയർപ്പ് കണങ്ങൾ കൊണ്ട് നിറഞ്ഞു. അത്രമേൽ തീക്ഷ്ണതയോടെ തന്നെ നോക്കുന്നവന്റെ മുഖത്തേക്ക് പോയിട്ട് അവനിരിക്കുന്ന വശത്തേക്ക് പോലും നോക്കാനാവാതെ അവൻ നിന്ന് വേർക്കുന്നത് കണ്ട് വിശ്വൻ ഇടയിലേക്ക് കയറി. അല്ല, എന്താ നിനക്ക് കഴിക്കാനുണ്ടാക്കണ്ടേ? ഓ, പറയുന്ന കേട്ടാ തോന്നും എല്ലാം അങ്ങ് ഉണ്ടാക്കാൻ അറിയാന്ന്. ഫ്രിഡ്ജിൽ ബ്രെഡുണ്ട്, ഞാനത് തിന്നോളാം. അതും പറഞ്ഞ് ആദി എഴുന്നേറ്റു. ആദി പോയതും വിശ്വൻ ആരുഷിന് നേരെ തിരിഞ്ഞു. എടാ, നീ ഇങ്ങനെ ആയാൽ എങ്ങനെയാടാ? ഇങ്ങനെ നിന്ന് വേർത്താ അവന് നീ പറയുന്നതെല്ലാം കള്ളത്തരാണെന്ന് മനസ്സിലാവും. അങ്കിളെ, എനിക്കങ്ങനെ കള്ളത്തരം പറഞ്ഞൊന്നും ശീലമില്ല. അവൻ പറഞ്ഞതും അയാൾ തലയ്ക്ക് കൈവച്ചു പോയി. പൊന്നു മോനെ, നീ മൂഡ് ഓഫ് ആകാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോടാ. സോറി. ആരുഷ് കാപ്പിക്കപ്പിന്റെ പിടിയിലേക്ക് നോക്കി പറഞ്ഞു. പോട്ടെ, സാരമില്ല. അവൻ തലങ്ങും വിലങ്ങുമൊക്കെ ഇനിയും ചോദിക്കും. നീ എന്തേലും പറഞ്ഞു ഒഴിഞ്ഞു മാറിക്കോണം. അയാൾ അവന് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞതും അവൻ പതിയെ തലയാട്ടി. അച്ഛാ, ജ്യോതി ചേച്ചിയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പോയത് പിന്നെ ഞാൻ സ്റ്റേഷനിലായിരുന്നതുകൊണ്ട് അവരോട് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് കുറച്ചു കഴിയുമ്പോ ഇങ്ങോട്ട് വരും.
ആ, എന്നാ നീ പോയിട്ട് വാ. ആദി പോയി കുറച്ചു കഴിഞ്ഞതും അവൻ പറഞ്ഞ പോലെ ജ്യോതി അവിടേക്ക് വന്നു. അന്ന് ഉച്ചവരെ അവരവിടെ ഉണ്ടായിരുന്നു. ഉച്ചയായപ്പോൾ തന്റെ ജോലികളെല്ലാം ഒതുക്കി അവര് പോയതും ആരുഷും വിശ്വനും മാത്രമായി. വിശ്വന് അവനോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും ചെക്കൻ ഒരു തരത്തിലും സഹകരിക്കുന്നില്ലായിരുന്നു. എന്തേലും ചോദിച്ചാ കണ്ണു നിറച്ചിരിക്കും. വൈകിട്ട് ആദ്യം നേരത്തെ തന്നെ വീട്ടിലേക്ക് വന്നപ്പോ തൊട്ട് ഒരു ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയതാ. ആശാന് മൂടൊന്നും ഉറപ്പിക്കാൻ പോലുള്ള സമയം കിട്ടിയിട്ടില്ല. അങ്കിളെ. അടുക്കളയിൽ എന്തോ തിരയുന്നതിനിടയിലായിരുന്നു ആ വിളി. എനിക്കൊന്ന് കുളിക്കണം. അവൻ മടിച്ചു പറഞ്ഞതും അയാൾ അവനോട് തന്റെ ഇളയ മകന്റെ മുറിയിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു വിട്ടു. മടിച്ചാണെങ്കിലും ബാഗെല്ലാം എടുത്ത് അവൻ ആ മുറിയിലേക്ക് ചെന്നു. ലൈറ്റ് ഇട്ടതും അവൻ ഞെട്ടിപ്പോയി. ആകെ കറുത്തിരുണ്ട ഒരു മുറി. പെയിന്റും ഫർണിച്ചറും എല്ലാം കറുപ്പ് നിറത്തിലുള്ളത്. ആകെ ഒരു മാറ്റം ബെഡ്ഷീറ്റിന് മാത്രമാണ്. അവൻ ഓർത്തു. കുളിക്കാനുള്ള തുണികളെല്ലാം എടുത്ത് നോക്കുന്നതിനിടയിലാണ് ബാഗിൽ വെച്ചിട്ടുള്ള ഫയലുകൾ കണ്ടത്. തന്റെ സർട്ടിഫിക്കറ്റുകൾ. അമ്മമ്മ ഇതെല്ലാം എന്തിനാ തന്നു വിട്ടത്? ഇതൊക്കെ ആരെങ്കിലും കണ്ടാ? അവൻ അതെല്ലാം ഭദ്രമായി ബാഗിന്റെ ഏറ്റവും അടിയിലേക്ക് എടുത്തുവെച്ച് പെട്ടെന്ന് തന്നെ ഒരു ജോഡി ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നതും റൂമിലിരിക്കുന്ന ആളെ കണ്ട് അവൻ വീണ്ടും ഒന്ന് ഞെട്ടി. ആദിത്യൻ. എന്തേലും ആവശ്യത്തിന് വന്നതാവുമെന്നോർത്ത് അവൻ തിരികെ പോകാൻ നിൽക്കെ ആ ശബ്ദം മുറിയാകെ മുഴങ്ങി. ദേവൊന്ന് നിന്നേ. ആ പരുക്കൻ ശബ്ദം കാതിൽ പതിച്ചതും സ്വിച്ച് ഇട്ട പോലെ അവൻ നിന്നു. നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അവന്റെ അരികിലേക്ക് നടന്നുകൊണ്ട് ആദി പറഞ്ഞതും ഭയം കൊണ്ട് അറിയാതെ അവന്റെ കാലുകൾ പിന്നിലേക്ക് ചലിച്ചു. പിന്നിലേക്ക് നടക്കെ കാൽ മടങ്ങി നേരെ കട്ടിലേക്ക് ഇരുന്നു പോയി. ആദി തൊട്ട് ഓപ്പോസിറ്റ് കിടന്ന മേശയിലേക്ക് ചാരി നിന്നു. ആരാ നീ? തന്നെ മുഴുവനായും വീക്ഷിച്ചുകൊണ്ട് ആദി ചോദിച്ചതും ആരുഷ് ഉത്തരം എന്തു പറയണമെന്നറിയാതെ വാതിൽക്കലേക്ക് നോക്കി. നോക്കണ്ട, അച്ഛനിവിടെയില്ല. നിന്നെ ആരും സഹായിക്കാനും പോണില്ല. അതുകൊണ്ട് മോൻ വേഗം കാര്യം പറ. ആരാ നീ? എന്തിനാ നീ അച്ഛന്റെ കൂടെ ഒരു കള്ളവും പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്? ആദി തന്റെ മീശ പിരിച്ചുകൊണ്ട് അവനെ അടിമുടിയൊന്നു നോക്കി. അത് പിന്നെ കള്ളത്തരം വല്ലതും പറയാനാണെങ്കിൽ കണ്ണടിച്ച് പൊളിക്കുന്നിന്റെ. നിന്നെ കണ്ടാലേ ഒരു വശപശകുണ്ട്. സത്യം പറയടാ, നീ മാഫിയല്ലേ? നീ ഇവിടെ എന്റെ നീക്കങ്ങൾ അറിയാനും എന്നെയും എന്റെ അച്ഛനെയും അപകടപ്പെടുത്താനും അല്ലേടാ വന്നത്? സത്യം പറ. അയ്യോ, ഞാൻ മാഫിയൊന്നുമല്ല. പിന്നെ ആരാടാ നീ? ഞാൻ ആരുഷ്. അപ്പോ ദേവെന്ന് പറഞ്ഞതോ? അത് അങ്കിള് കള്ളം പറഞ്ഞതാ. അതെനിക്ക് മനസ്സിലായി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ അച്ഛനെ എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാ ഇങ്ങോട്ട് വന്നത്? അയ്യോ, ഞാനൊന്നും. വീണ്ടും അവന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയതും ആദ്യം മേശപ്പുറത്തു നിന്നും ചാടി എഴുന്നേറ്റു. ദേ, മുതലക്കണ്ണീരൊഴുക്കി നിനക്ക് അച്ഛനെ പാട്ടിലാക്കാം. എന്നെ അതിന് കിട്ടൂല. കാര്യം പറയടാ, എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? ആരാ നിന്നെ അയച്ചത്? ആദിത്യ അലറിയതും ആരുഷ് എന്തു പറഞ്ഞാണ് തന്റെ അവസ്ഥ അയാളെ മനസ്സിലാക്കുമെന്നായിരുന്നു ചിന്തിച്ചത്. എന്തൊരു വിധിയാണ് ദൈവമേ തന്റെ. അവൻ സ്വയം പഴിച്ചു. എങ്കി നീ പറയണ്ട. ചോദിക്കേണ്ട പോലെ ചോദിച്ചാലേ പറയൂന്ന് വെച്ചാ. ആരുഷിന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചുയർത്തി അവനെ വലിച്ച് മുറുക്കി പുറത്തേക്കിറങ്ങാൻ നിന്നപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന ആളെ അവൻ കണ്ടത്. ആദി, എന്താ നീ ചെയ്യുന്നത്? അച്ഛാ, എനിക്ക് മനസ്സിലായി. അച്ഛനെ ഇവൻ പറഞ്ഞ് ഭയപ്പെടുത്തിയിരിക്കുവാണെന്ന്. പക്ഷെ അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവനെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. അവിടെ ചെന്ന് നന്നായി ഒന്ന് ഉഴിഞ്ഞ എല്ലാം മണി പോലെ ഇവൻ പറഞ്ഞോളും. വിടടാ അവനെ. അച്ഛാ, നിന്നോട് അവനെ വിടാനല്ലേ പറഞ്ഞത്? അയാൾ അകത്തേക്ക് കയറി ബലമായി ആദിത്യന്റെ കൈ ആരുഷിൽ നിന്നും വിടുവിച്ചു. എന്നിട്ട് മകനെ തറപ്പിച്ചൊന്നു നോക്കി. ഇവൻ എവിടെയും പോകുന്നില്ല. അച്ഛൻ എന്താ ഈ കാണിക്കുന്നേ? അച്ഛൻ എന്നോട് കള്ളം പറഞ്ഞതാണെന്ന് ഇവനെവിടെ കൊണ്ടുവന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അച്ഛൻ ഇവനെ മുൻപരിചയം പോലും ഇല്ലെന്നും എനിക്കറിയാം. നീ പറഞ്ഞത് സത്യ. എനിക്കിവനെ ട്രെയിനിൽ നിന്ന് കിട്ടിയതാ. എങ്ങോട്ടും പോവാനില്ലാതെ അവിടെ പകച്ചു നിൽക്കുന്നത് കണ്ടപ്പോ പാവം തോന്നി. ട്രെയിനിൽ നിന്നോ? നിങ്ങൾക്ക് എന്താ പ്രാന്താണോ മനുഷ്യ? എങ്ങോട്ടും പോവാനില്ലാത്തവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ വല്ല ശത്രു നടത്തുന്നുണ്ടോ?
ആദി, പറയുന്ന കേക്ക്. എല്ലാരും ഒരുപോലെയല്ല. ഇവനൊരു പാവാ എന്ന് ഒറ്റ ദിവസം കൊണ്ട് അച്ഛനങ്ങ് തീരുമാനിച്ചോ? എടാ, അങ്ങനെയല്ല. ആർക്കറിയാം ഇവനൊക്കെ വല്ലവരും കൊന്നിട്ടോ കൊള്ളയടിച്ചിട്ടോ ഒക്കെയാണ് വന്നതെന്ന്. അത് കേട്ടതും ആരുഷിന്റെ മിഴികളൊന്ന് ഉയർന്നു. അത്രനേരം വിശ്വന്റെ പിന്നിൽ നിന്നവൻ അവനെ ഒന്ന് നോക്കി. ഞാൻ ആരെയും കൊന്നിട്ടും കൊള്ളയടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യത്തുമില്ല. കണ്ണും നിറച്ച് തന്നോട് പറയുന്നവനെ പുച്ഛത്തോടെ നോക്കി അവൻ അച്ഛനോടായി തുടർന്നു. ഇങ്ങനെ ഊരും പേരും അറിയാത്തൊരുത്തനെ നിങ്ങളെ ഈ വീട്ടിൽ താമസിപ്പിച്ചാലുള്ള ഭവിഷ്യത്ത് എന്താണെന്നറിയാലോ. അവസാനം തലയറുത്തോ മറ്റേ നിങ്ങളെ അങ്ങ് തട്ടിയിട്ട് ഉള്ളതെല്ലാം വാരിപ്പെറുക്കി ഒറ്റ പോക്കങ്ങ് പോകും ഇവനൊക്കെ. അന്ന് ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കരുത് നിങ്ങൾ. ഇല്ല, ഇവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഹാ, ചെയ്തില്ലെങ്കിൽ പറയില്ലാന്ന്. ആദിത്യൻ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയതും വിശ്വൻ ആരുഷിന്റെ നേരെ തിരിഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവന്റെ അടുത്തോട്ടൊന്നും പോവല്ലേന്ന്. അവൻ അങ്ങനെയാ. പോലീസല്ലേ, എന്തിനും ഏതിനും സംശയ. അതുപോട്ടെ, നീ അവൻ പറയുന്നതൊന്നും കാര്യാക്കണ്ട. നീ അങ്ങനെ ഒരു ചീത്ത കുട്ടിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അന്ന് നീ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ നിന്നോടൊന്ന് തിരിച്ചു ചോദിക്കുക. ഞാനും നിന്നെ വിശ്വസിച്ചോട്ടെ. പതിയെ ആരുഷിന്റെ മുടി ഇളക്കിക്കൊണ്ട് അയാൾ ചോദിച്ചപ്പോൾ അവൻ താഴേക്ക് നോക്കി തല കുലുക്കി. പോകാൻ വേറൊരു സ്ഥലവും ഇല്ലാത്തോണ്ടാ അങ്കിളെ ഞാനിവിടെ. അവന്റെ വാക്കുകൾ മുറിയുന്നുണ്ടായിരുന്നു. ഹ, പോട്ടെ ചെക്ക, അവനങ്ങനെ ഒരു ടൈപ്പാ. എന്നോട് ഇങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെയൊന്നും എന്തൊക്കെയോ അയാളോട് തുറന്നു പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അവനെക്കൊണ്ട് കഴിഞ്ഞില്ല. വാക്കുകൾ രൂപപ്പെടുത്താൻ പോലും ആവാതെ നിൽക്കുന്നവനെ വിശ്വനൊന്ന് കെട്ടിപ്പിടിച്ചു. ആ സമയം സ്വന്തം അച്ഛനെയാണ് അവൻ ഓർത്തത്. ഒരു പക്ഷേ അച്ഛനെവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നോട് ഇങ്ങനെയൊന്നും ആരും സംസാരിക്കില്ലായിരുന്നു. ഫോണിന്റെ മറുപുറത്തു നിന്നും അട്ടഹാസം മുഴങ്ങിയതും ആദിത്യൻ പല്ലുറമ്മി. കൊള്ളാലോ കളി. എന്നിട്ട് തന്തപ്പടി നിന്നെ പുറത്താക്കിയോ? ഹാ, അങ്ങേരെ മിക്കവാറും ഞാൻ വല്ലതും ചെയ്യും. പൊന്തയായി പോയി. അങ്ങേർക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? ഊരും പേരും അറിയാത്തൊരുത്തനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നു, സ്നേഹിക്കുന്നു. എനിക്കറിയാൻ മേല അങ്ങേരുടെ ഉദ്ദേശം എന്താണെന്ന്. മുൻ ഭാര്യയെ കണ്ട് മനസ്സും അടുത്ത് കാണും ചേട്ടാ. അവരെ ഞാൻ ആദി പല്ലുറുമി. നീ വെറുതെ പല്ലിറുമ്മിയിട്ടൊന്നും കാര്യമില്ല. അറിയാലോ ആദി, ഇനി ഒരിക്കലും തന്റെ കൺമുന്നിൽ വന്നു പോരുതെന്നാണ് ഓർഡർ. എനിക്കറിയില്ല അച്ഛൻ്റെ മനസ്സിൽ എന്താണെന്ന്. അങ്ങേർക്കിപ്പോഴും അവരോട് മുടിഞ്ഞ പ്രേമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ആദി പറഞ്ഞു. പക്ഷേ മാധുരി മാഡത്തിന് അങ്ങനെയൊന്നുമില്ലെന്ന് മാത്രം. എനിക്കതൊന്നും കേക്കണ്ട. നീ എപ്പോഴാ വരുന്നതെന്ന് പറ. ഞാൻ അടുത്ത ദിവസം വരും. വന്നിട്ടേ വീട്ടിലോട്ടൊന്നു വാ. അതിഥിയെ കാണണ്ടേ? വരുന്നുണ്ട് ഞാൻ. ശരിയെന്നാ, ഞാൻ വെക്കുവാ. ആദിത്യൻ ഫോൺ വെച്ചതും മറുപുറത്തുള്ളയാൾ കാറിനുള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കി. വിശാലമായ മാൻഹാട്ടൻ നഗരം രാത്രിയിലേക്ക് കടക്കാൻ പോകുന്നു. വിരിയാൻ കാത്തിരിക്കുന്ന അമ്പിളി രാത്രിയുടെ വരവറിയിച്ചുകൊണ്ട് തന്നോടൊപ്പം നീങ്ങുന്നത് കണ്ട് അവൻ കണ്ണുകൾ രണ്ടും അടച്ചു. അച്ഛൻ മനസ്സിൽ അന്നേരം ആ പേര് മാത്രം അലതട്ടി നിന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അവർ ബാംഗ്ലൂരിലേക്ക് വന്നതിന്റെ 2ാം ദിവസം വിശ്വനും തന്റെ ജോലിയിലേക്ക് മടങ്ങിയതോടെ ആരുഷ് വീട്ടിൽ തീർത്തും തനിച്ചായി. അതിനിടയിൽ അച്ഛനും മകനും പിണക്കൊക്കെ അവസാനിപ്പിച്ചെങ്കിലും ആദിത്യനിപ്പോഴും ആരുഷിനെ പിടിച്ചിട്ടില്ല. കാണുമ്പോ ആ ചൊരുക്ക് അവനോടവൻ തീർക്കാറുമുണ്ട്. അവിടെ നിൽക്കുമ്പോഴും അവന്റെ മനസ്സിൽ എത്രയും വേഗം അവരുടെ ഇടയിൽ നിന്നും മാറണം, ഒരു ജോലി വാങ്ങിക്കണം എന്നൊക്കെയായിരുന്നു. ഭാഷയോ ആൾക്കാരോ അറിയാതെ ആ നഗരത്തിൽ തന്നെ കൊണ്ട് ഒറ്റയ്ക്കൊരു ജോലി നേടുക എന്നത് അസാധ്യമാണെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷെ വിശ്വനോട് വീണ്ടും ഒരു സഹായം ചോദിക്കാൻ അവനും പേടിയും മടിയുമായിരുന്നു. തന്നെ ഇത്രയും സഹായിച്ച വ്യക്തിയെ ഇനിയും ചൂഷണം ചെയ്യുന്നത് ശരിയല്ലല്ലോ, അതായിരുന്നു അവന്റെ മനസ്സിൽ. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഏകദേശം സന്ധ്യയോട് അടുക്കാറായപ്പോഴേക്കും പുറത്തുനിന്ന് പതിവില്ലാത്തൊരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടാണ് ആരുഷ് വാതിൽക്കിലേക്ക് ചെന്നത്. വിശ്വം മിക്കപ്പോഴും വരാൻ രാത്രിയാവും. ആദിത്യൻ പാതിരാത്രി സമയത്തേ വരാറുള്ളൂ. ഇന്നേരത്തെ ഇത് ആരാവുമെന്ന് കരുതി വാതിലിലെ പീപ്പ് ഹോളിലൂടെ നോക്കിയതും ആരെയും കണ്ടില്ല. ഇതിപ്പോ ആരാ? പിള്ളേരെ പറ്റിക്കാൻ വല്ലതും ചെയ്തായിരിക്കുമെന്ന് കരുതി തിരികെ പോകാൻ നിന്നതും വീണ്ടും കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടു. ഈ ശല്യം പിടിച്ച പിള്ളേരെ കൊണ്ട് അവൻ പല്ലിറുമി കതക് തുറന്നതും മുൻപിലൊന്നും ആരെയും കണ്ടില്ല. എന്താടോ കതക് തുറക്കാൻ ഇത്രയും താമസം?
പെട്ടെന്ന് സൈഡിൽ നിന്നൊരു പരുക്കൻ ശബ്ദം കേട്ടതും ആരുഷ് ഞെട്ടി തല തിരിച്ചു നോക്കി. വാതിന്റെ സൈഡിലായി കോളിംഗ് ബെല്ലിൽ തൂങ്ങി ഒരു യുവാവ് നിൽക്കുന്നത് കണ്ടതും അവന്റെ കണ്ണുകൾ നേർത്തു.